കേരളത്തിന്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ സംഘിച്ചാപ്പ കുത്തി ആക്രമിക്കുന്ന CPM ശൈലി ഏറെ നാളായി തുടങ്ങിയിട്ട്. മുഖ്യമന്ത്രി പദത്തിലെത്തിയപ്പോൾ അത് കൂടുകയാണ് ചെയ്യുന്നത്. സംഘപരിവാർ നയങ്ങൾ നടപ്പിലാക്കുകയാണ് സതീശൻ ചെയ്യുന്നത്. നയപ്രഖ്യാപനത്തിലോ ബജറ്റിലോ മോദി സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടിയില്ല. ഇതൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നലത്തെ ദിവസം CPMന് മുഖത്തേറ്റ അടിയാണ് കിട്ടിയത്. ദില്ലിയിൽ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രധാനമന്ത്രി മോദിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി. സംഘടനാപരമായ ചർച്ചകൾക്കായി മുഖ്യമന്ത്രി സതീശനും ഇന്നലെ ദില്ലിയിലുണ്ടായിരുന്നു. പാർലമെന്റിൽ ഉൾപ്പെടെ സന്ദർശനം നടത്തവെയാണ് പാർട്ടിയുടെ പ്രതിഷേധത്തെക്കുറിച്ച് സതീശൻ അറിഞ്ഞത്. ഉടനെ ആ സമരത്തിൽ പങ്കെടുക്കാൻ സതീശൻ തീരുമാനിച്ചു. രാഹുലിനൊപ്പം നിന്ന് മോദിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി. വസതിക്ക് മുന്നിൽ പ്രതിഷേധ സമരത്തിൽ ശക്തമായി പങ്കാളിയായി. മോദിക്കെതിരെ മിണ്ടുന്നില്ലെന്ന് സഖാക്കൾ വിമർശിക്കുന്ന സതീശനാണ് ദില്ലിയിൽ മോദിയുടെ വസതിക്ക് മുന്നിലെത്തി പ്രതിഷേധിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, ഇന്നലെ സമരത്തിനെതിരായ ദില്ലി പോലീസ് നടപടിക്കെതിരെ ആഞ്ഞടിക്കുന്നുമുണ്ട് സതീശൻ. പോലീസ് നരനായിട്ടാണ് നടത്തിയതെന്നും എത്ര അടിച്ചമർത്താൻ നോക്കിയാലും സമരവുമായി മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിലും ഇതുപോലെ സമരങ്ങൾ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. സതീശൻ ഇന്നലെ നടത്തിയതുപോലൊരു സമരത്തിന് കഴിഞ്ഞ 10 വർഷക്കാലം പിണറായിക്ക് ധൈര്യമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ തലയിൽ മുണ്ടിട്ടോടും സഖാക്കൾ. എന്നിട്ട് ഫാസിസത്തിനെതിരായ ശക്തനായ പോരാളി എന്ന വിശേഷണമാണ് പിണറായിക്ക് അണികൾ ചാർത്തി നൽകിയിരിക്കുന്നതും. അടുത്തിടെ വഖഫ് ബോർഡ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും പ്രതിപക്ഷ നേതാവ് പിണറായി മുഖ്യമന്ത്രിയെ സംഘിച്ചാപ്പ കുത്തി വിമർശിച്ചിരുന്നു. സർക്കാർ BJPയുമായി ഒത്തുകളിക്കുന്നു എന്നാണ് പിണറായി പറഞ്ഞത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമത്തിൽ ബോർഡിൽ അമുസ്ലിം പ്രതിനിധികളും വേണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് തങ്ങൾ അവഗണിച്ചെന്നും എന്നാൽ UDF സർക്കാർ BJP നയം നടപ്പാക്കുന്നു എന്നുമായിരുന്നു പിണറായി കുറ്റപ്പെടുത്തിയത്. പക്ഷേ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ സതീശൻ. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചിറക്കിയ LDF സർക്കാർ ഉത്തരവാണ് മുഖ്യൻ ഉന്നയിക്കുന്നത്. അതിൽ പറയുന്നത് 2 അമുസ്ലിം പ്രതിനിധികളെ പിന്നീട് നിയമിച്ചുകൊള്ളാമെന്നാണ്. അത്തരമൊരു തീരുമാനമെടുത്തിട്ടാണ് പ്രതിപക്ഷത്തായപ്പോൾ UDF സർക്കാരിനെതിരെ പിണറായി തിരിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വഖഫ് ബോർഡിന്റെ പ്രവർത്തനം തുടങ്ങിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിൽ പിണറായി തന്നെ നിയമിച്ച ബോർഡ് ചെയർമാൻ പറയുന്നതും അമുസ്ലിം പ്രതിനിധികളെ ഉടൻ തന്നെ നിയമിക്കാമെന്നാണ്. ഇതെല്ലാം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പൊളിച്ചടുക്കിയിട്ടുണ്ട് വി.ഡി. സതീശൻ. UDF സർക്കാരിനെതിരെ മുസ്ലിം വിരോധം സൃഷ്ടിച്ചെടുക്കാൻ പിണറായി നടത്തിയ നാറിയ കളിയായിരുന്നു വഖഫ് വിഷയത്തിലെ പ്രതികരണമെന്നാണ് സതീശൻ ആഞ്ഞടിച്ചിരിക്കുന്നത്. അത് വീഡിയോ കാണാം. ഇപ്പൊ ചോദിച്ചല്ലോ, എന്റെ ഇടയിലേക്ക് പറയരുത്, എന്നെ പറയാൻ അനുവദിക്കണം. നിങ്ങൾക്കറിയാലോ, 2025 ഇത് വഖഫ് പുനഃസംഘടിപ്പിച്ചു. ഇന്ത്യയിൽ വളരെ എതിർപ്പുകൾ പ്രതിപക്ഷം മുഴുവൻ എതിർത്ത് ഇത് പാസാക്കിയ വഖഫ് ആക്ട്, സെൻട്രൽ ഗവൺമെന്റ് പാർലമെന്റിൽ പാസാക്കിയ വഖഫ് ആക്ട് പാസ്സായതിനു ശേഷം ആദ്യമായി രൂപീകരിച്ച വഖഫ് ബോർഡാണ് കേരളത്തിലേത് ആദ്യത്തെ. അതില് രൂപീകരിച്ചപ്പോൾ തന്നെ ആ രൂപീകരണ ഉത്തരവിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഇത് ഒരു മുസ്ലിമേതര 2 പ്രതിനിധികളെ, നോൺ മുസ്ലിം പ്രതിനിധികളെ വെക്കണമെന്നുണ്ട്. അപ്പൊ അതില് ഈ ഉത്തരവിൽ തന്നെ ഉണ്ട്, മുസ്ലിമേതര പ്രതിനിധിയെ പൊതുകാര്യ പ്രസക്തരിൽ നിന്നും ബാർ കൗൺസിലിൽ നിന്നും തിരഞ്ഞെടുക്കുമെന്നാണ് സർക്കാർ അറിയിച്ചത്. അവര് 2 പേരെ പിന്നീട് നിയമിക്കും എന്ന് കഴിഞ്ഞ സർക്കാർ അറിയിച്ചു. അവരെ പിന്നീട് നിയമിക്കും. ബാർ കൗൺസിൽ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് അതിനുശേഷം നിയമിക്കും. ആ ഉത്തരവിൽ തന്നെ ഉണ്ട് നോൺ മുസ്ലിം പ്രതിനിധികളെ, കാരണം സെൻട്രൽ ആക്ട് ആണ്. നോൺ മുസ്ലിം പ്രതിനിധികളെ, മുസ്ലിമേതര പ്രതിനിധികളെ പിന്നീട് വെക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വെച്ചത്. അതിനുശേഷം 4 ഹർജികൾ കോടതിയിൽ വന്നു. 4 ഹർജികളിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഈ നോൺ മുസ്ലിം ആളുകളെ വെച്ചിട്ടില്ല. ഒന്ന്. രണ്ടാമത്, മുസ്ലിം വിഭാഗങ്ങളിലെ ഷിയ, ബോറ, ആഘാഖാനി, പിന്നോക്ക മുസ്ലിം ഇവരുടെ പ്രതിനിധികളെ വഖഫ് ബോർഡിൽ വെച്ചിട്ടില്ല. പിന്നെ സെക്ഷൻ 14 അനുസരിച്ച് ഓരോ കാറ്റഗറിയും അത് നിർണയിക്കുന്നത് മാൻഡേറ്ററിയാണ്, നിർബന്ധമാണ്. അത് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പോൾ വെച്ചിരിക്കുന്ന ആളുകൾ യോഗ്യരായിട്ടുള്ള അല്ലാത്ത ആളുകളും വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതാണ് 4 ഹർജികൾ വന്നത്. ഇത് വന്ന ഉടനെ തന്നെ എന്താണ് ഞങ്ങളുടെ ഗവൺമെന്റ് എടുത്ത സ്റ്റാൻഡ്? എന്താണ് ഞങ്ങളുടെ ഗവൺമെന്റ് എടുത്ത സ്റ്റാൻഡ്? വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു, കോടതിയിൽ ഞങ്ങൾ പറഞ്ഞു, വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇതെല്ലാം പരിശോധിച്ച് ഞങ്ങൾ വഖഫ് ബോർഡ് ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പക്ഷെ ഈ ഹർജികൾ തള്ളണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹർജികൾ തള്ളണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോടതിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഹർജികൾ തള്ളണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇനി ഇതിന്റെ മീതെ സുപ്രീം കോടതിയിൽ പോയി വഖഫ് ബോർഡ്. അപ്പോൾ അവിടെ വെച്ച് വഖഫ് ബോർഡ് എന്താ പറഞ്ഞിരിക്കുന്നത്?
വഖഫ് ബോർഡിന്റെ ചെയർമാനടക്കമുള്ള ആളുകൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് അമുസ്ലിം അംഗങ്ങളെ സെക്ഷൻ 14 പ്രകാരം വെച്ചുകൊള്ളാം, ബാർ കൗൺസിലിൽ നിന്നും പൊതുകാര്യ പ്രസക്തരിൽ നിന്നും മുൻ വാഗ്ദാനം അനുസരിച്ച് ചെയ്തു കൊള്ളാം. ഇപ്പൊ പോയില്ലേ ഇതെല്ലാം? അവര് പോയി പറഞ്ഞാണ്, സുപ്രീം കോടതി പോയി പറഞ്ഞാണ് വെച്ചുകൊള്ളാം. സെക്ഷൻ 14 പാലിച്ച് വഖഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുമതി വേണം. കേരള സർക്കാർ ഹൈക്കോടതിയിൽ ഹർജി തള്ളണം എന്ന് പറഞ്ഞിട്ടും ഹൈക്കോടതി തള്ളിയില്ല. അപ്പൊ കേരള സർക്കാർ ഹൈക്കോടതിയിലെടുത്ത സ്റ്റാൻഡ് എന്താ? ഈ ഹർജി തള്ളണം എന്ന സ്റ്റാൻഡാണ്. അതേ കാര്യമാണ് സുപ്രീം കോടതിയിൽ പോയി വഖഫ് ബോർഡ് ആവർത്തിച്ചത്. എന്നിട്ട് പ്രതിപക്ഷ നേതാവ് വർഗീയത പരത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു മുസ്ലിം ഒരു വിരുദ്ധ വികാരം ഉണ്ടാക്കുന്നതിന്, മുസ്ലിങ്ങളെ UDFനും ഈ സർക്കാരിനും എതിരാക്കുന്നതിന് വേണ്ടി തെറ്റായി നടത്തിയ വർഗീയ പ്രചാരണമാണ് പ്രതിപക്ഷ നേതാവ് നടത്തിയത്. ഈ ഹർജി തള്ളണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഈ ഹർജിക്ക് മുമ്പ് തന്നെ ഇത് നിയമിച്ച സമയത്ത് ഈ 2 അമുസ്ലിം അംഗങ്ങളെ ഞങ്ങൾ നിയമിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ സർക്കാരാണ് അദ്ദേഹത്തിന്റെ സർക്കാർ.